പാഠം 1049. ഒരു കള്ളത്തരത്തിന്റെ കഥ. എന്താ മണി എത്രയാണെന്നറിയാമോ? നീ എന്താ ചായ എടുക്കാത്തത്? കൊള്ളാം. ഞാൻ മുറ്റൊടിക്കാൻ പോകുന്നതിന് മുന്നേ മോഹനട്ടോട് ഞാൻ പറഞ്ഞതാണ് ചായ ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, അത് എടുത്ത് കുടിക്കുക എന്ന്. ഇതുവരെയായിട്ട് അത്ര കുടിച്ചില്ലേ? ചായ ഉണ്ടാക്കാമെങ്കിൽ അതൊരു ഗ്ലാസിനകത്തൊഴിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് തരാമല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒന്നൊഴിക്കാൻ 10 സെക്കൻഡ് വരെ മോഹനട്ട, അതുപോലെ മോഹനട്ട ചെയ്തുകൂടാ. എഴുന്നേറ്റപ്പോ മുതലുള്ള കണക്കൂട്ടലാണല്ലോ. ഇതിന് മാത്രം കണക്കൂട്ടാൻ എന്താ ഉള്ളതെന്നാണ്. ഒന്നുമില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. എല്ലാ ദിവസവും കൂട്ടുന്ന ഒരേ കണക്ക്. ബാങ്കിൽ ആകെ എത്ര രൂപയുണ്ട്, അതിന്റെ പലിശ എത്ര രൂപയായിട്ടുണ്ടാവും, ഈ മാസം എത്ര രൂപ ബാങ്കിൽ കൊണ്ട് ഇടാൻ പറ്റും, ഇതല്ലേ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കണക്ക് എന്താണെന്ന് പോലും അറിയാത്ത നിനക്ക് അതൊന്നും മനസ്സിലാവില്ല. പോയി ചായ എടുത്തോണ്ട് വരൂ. രാജീവ, രാജീവിന് ഇപ്പൊ എവിടെയാ ഉള്ളത്? പൈസ എപ്പോഴാ വേണ്ടത്? പൈസ രാവിലെ തന്നെ കിട്ടിയാൽ നന്നായിരുന്നു വക്കീലേ. പക്ഷെ ഞാനിപ്പോ കുറച്ച് ദൂരെയാ. അങ്ങോട്ട് വന്ന് വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആഹാ, അത് കൊള്ളാലോ. ഞാൻ പൈസ കടം തരികയും വേണം, പിന്നെ അത് അവിടെ കൊണ്ടും തരികയും കൂടെ വേണോ? അതെവിടെ തന്നെയായോ രാജീവ? ഇന്നലെ മോഹനേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടും മോഹനേട്ടൻ അറിയാതെ ഞാൻ രാജീവിനെ ഇപ്പൊ സഹായിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് ഓർത്തോണ്ട് മാത്ര. അറിയാം വക്കീലേ, ഞാനൊരു കാര്യം ചെയ്യാം. എന്ത്? എന്റെ ഒരു ബന്ധുവുണ്ട്, സുശീലൻ. അവനെ പറഞ്ഞുവിടാം. വക്കീല് പൈസ അവന്റെ കൈ കൊടുത്താ മതി. ഇങ്ങോട്ട് പറഞ്ഞുവിടാനോ? അതൊന്നും ശരിയാവില്ല. അത് ഞാൻ 10 മണി കഴിയുമ്പോ വക്കീൽ ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് പറഞ്ഞുവിട്ടാ മതി. അയ്യോ വക്കീലെ. എന്ത്? അത് ഒരുപാട് വൈകും വക്കീലെ. ഞാനൊരു അരമണിക്കൂറിനകം സുശീലിനെ വീട്ടിലോട്ട് പറഞ്ഞുവിടാം. രാജീവ, അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മോഹനയുടെ കാര്യം അന്വേഷിക്കില്ലേ? അതോടെ സംഗതി ആ കുളമാകും. ഇല്ല വക്കീലെ, സുശീലൻ പൈസക്ക് വന്നതാണെന്ന് പറയില്ല. ഒരു കേസിന്റെ കാര്യത്തിന് വക്കീലിനെ കാണാൻ വന്നതാണെന്ന് പറയും. എന്തെങ്കിലും ഒരു ഫയലിന്റെ കാര്യം പറയാം. വക്കീൽ ആ ഫയൽ എടുത്ത് സുശീലന്റെ കൈ കൊടുത്താൽ മതി. പൈസ ഫയലിനകത്ത് വെച്ചാ പ്രശ്നം തീർന്നില്ലേ? ശരി. ഈ പറയുന്ന സുശീലന് ഇവിടെ വന്ന് വല്ല അബദ്ധവും പറഞ്ഞാൽ മോഹനേട്ടന് കാര്യമെല്ലാം മനസ്സിലാവും. പിന്നെ രാജീവിന് ഈ ജന്മത്ത് പൈസ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഒരു കുഴപ്പമില്ല വക്കീലെ. സുശീലിന് ആള് മിടുക്കനാ. വക്കീല് പൈസ അവന്റെ കൈ കൊടുത്താ മതി. ശരി, ഇവിടെ വന്ന് എന്നോട് മാത്രമേ സംസാരിക്കാവൂന്ന് പ്രത്യേകം പറയണം. ആ ശരി വക്കീലെ. മോഹനേട്ടൻ എന്ത് ചോദിച്ചാലും ഒന്നും വിടാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞോളാം വക്കീലെ. ശരി. ഇല്ല, ആപ്പീസിറങ്ങാനോ അറിഞ്ഞ ഭഗവാനെ. എന്റെ ഓഫീസിലെ ഗുമസ്തൻ രാജീവിനെ മോഹനേട്ടൻ അറിയില്ലേ? ഇല്ല, എനിക്ക് വക്കീൽ ഗുമസ്തന്മാരെ പരിചയപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാൻ മാന്യമായി നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൗരനാണ്. ഓ, അത് ഞാൻ സമ്മതിച്ചു.
പക്ഷെ മോഹനന്റെ രാജീവിനെ അറിയാം. എത്ര പ്രാവശ്യം ഓരോരോ ആവശ്യങ്ങൾക്കായി രാജീവിനോട് വന്നിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ പറയാനുള്ളത്? അല്ല, ഈ രാജീവന്റെ ചെറിയച്ഛന്റെ മോളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു. എന്റെ പൈസയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ മോഹനത്തോട് ചോദിക്കാന്ന് പറഞ്ഞു. എന്റെ കയ്യിലും പൈസയില്ല. അങ്ങനെ പറയില്ല മോനട്ടാ. ഒരു മാസത്തിലുള്ള രാജീവൻ പൈസ തിരിച്ചു തരും. ഭാമേ, ഓ, എന്റെ കൂടെയും കുറെ പേർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയച്ഛന്മാരും വലിയച്ഛന്മാരും ഒക്കെ കാണും. ആ അച്ഛന്മാർക്കൊക്കെ മക്കളും ആ മക്കൾക്കൊക്കെ കല്യാണവും കാണും. അതിനൊക്കെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ പറയില്ല മോനട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് രാജീവൻ എന്റെ അടുത്തൊരു സഹായം ചോദിക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് മോശമായി പോവില്ലേ? നിന്റെ പൈസ ഉണ്ടോ? ഇല്ല. പിന്നെയും ഇല്ലാത്ത പൈസ എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് പൈസ ഇല്ല എന്നങ്ങ് പറയണം. അത്രേ ഉള്ളു കാര്യം. അറിയാ, ഇതൊക്കെ ചെയ്യുന്നതിന്റെ റിസ്ക് വല്ലതും രാജീവിനെ പിള്ളേർക്കറിയണോ? ശരി, അപ്പൊ ചായ. ഇനിയിപ്പോ ചായ വൈകിയതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടേ? ചായ വൈകാവുന്നിടത്തോളം വൈകിയല്ലോ. പിന്നെ ഈ പറഞ്ഞിരുന്ന ന്യായം? ഞാൻ മാജിക്കൊന്നും പഠിച്ചിട്ടില്ല. മുമ്പെന്ന് പറയുമ്പോ ചായ ഉണ്ടായി വരില്ല. അതിൻ്റെതായ സമയമൊക്കെ വേണം. നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ചായ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കാൻ 10 സെക്കൻഡ് മതിയെന്ന്? പക്ഷെ നോക്ക്, നീ ചായ എടുക്കാൻ പോയിട്ട് കൃത്യം 5 മിനിറ്റും 30 സെക്കൻഡും ആയിട്ട്. എനിക്ക് ചായ എടുക്കല് മാത്രമല്ലല്ലോ ജോലി, അടുക്കളയിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിച്ചു കഴിയുമ്പോഴേ മോനോട് ചോദിക്കില്ലേ, കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ ഭാമേന്ന്? അത് കഴിയുമ്പോ കഴിക്കാനുള്ളത് എവിടെ ഭാമേ എന്നായിരിക്കും ചോദ്യം. അത് കിട്ടിക്കഴിഞ്ഞ ആ നിമിഷം മോഹനേട്ടന് എന്റെ ഷർട്ട് കൊണ്ട് എന്താ തേക്കാത്തത് എന്ന് ചോദിക്കും. എല്ലാത്തിനും ഞാനൊരാളല്ലേ ഉള്ളൂ. എന്നിട്ട് വെള്ളം ചൂടാക്കിയോ? വെള്ളം ചൂടാക്കിയോ? അല്ല, ആദ്യം ചായ കുടിക്ക്, അത് കഴിഞ്ഞിട്ടല്ലേ വെള്ളം ചൂടാക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. കാര്യങ്ങളൊക്കെ സമയത്ത് നടന്നു കണ്ടാ മതി. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ച സമയത്ത് അതങ്ങ് നടക്കും. അതിലൊരു സംശയവും വേണ്ട. വേണ്ട, ഞാൻ നോക്കിക്കോളാം. ചിലപ്പോ എന്നെ കാണാൻ വന്നായിരിക്കും. അത് ഒരു കേസിന്റെ കക്ഷി രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫയൽ കൊടുത്തുവിടാനുണ്ട്. ചായ കുടിച്ചോ? കക്ഷിയോട് സംസാരിച്ചെന്ന് അവസാനം വെള്ളം ചൂടാക്കാൻ വൈകരുത്. ഇല്ലെന്ന്, ഇതങ്ങനെ ഒരുപാട് സംസാരിക്കേണ്ട കക്ഷിയൊന്നുമല്ല. അല്ല, ഒരു ഫയലും കൊടുത്തുവിട്ടാ പ്രശ്നം തീർന്നു. നമസ്കാരം. നമസ്കാരം. രാജീവൻ പറഞ്ഞു വിട്ടതല്ലേ? രാജീവനോ? എന്താ പേര്? രാമൻകുട്ടി. ഞാൻ മോഹനേട്ട സാറിനൊന്ന് കാണാൻ വന്നതാ. അത് ശരി. ഒരു മിനിറ്റ് മോനേട്ടാ, ഇപ്പൊ വരും. നമസ്കാരം സർ. നമസ്കാരം. എന്താ രാമൻകുട്ടിയുടെ രാവിലെ? സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്റെ പറമ്പിന്റെ കിഴക്ക് ഭാഗത്തെ 3 സെന്റ് സ്ഥലം ഒന്ന് വിൽക്കാൻ തീരുമാനിച്ചു. പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ടേ. സാറിന് സമയമുണ്ടെങ്കിൽ ഒന്ന് അളന്ന് തിരിച്ചു തന്ന വലിയ ഉപകാരമായിരുന്നു. സമയക്കുറവുണ്ട്. എന്നാലും രാമൻകുട്ടി ചേട്ടൻ ഒരു കാര്യം പറയുമ്പോ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വൈകിട്ട് വരാം. വലിയ ഉപകാരം സാർ. സുശീലം വരുമ്പോ പൈസ എടുക്കാൻ പോയാൽ വില്ലേജ് ഓഫീസർ പുറകെ വരുന്നുള്ള കാര്യം ഉറപ്പാ. സംഗതി നേരത്തെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ആകെ കുളവാകും. ഓക്കെ. വെള്ളം ചൂടാക്കിയോ? വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് കൂടി, അപ്പോഴത്തേക്ക് റെഡിയാവും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാ. നീ ഇവിടെ പോന്നു.
അങ്ങനെ ഞാൻ നോക്കാലോ. അല്ലല്ല, എന്നെ കാണാൻ വന്ന ആളാ. ആദ്യം നീ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, പക്ഷേ നിന്നെ കാണാൻ വന്ന ആളായിരുന്നില്ലല്ലോ. അല്ല, ഇത് എന്നെ കാണാൻ വന്ന ആള് തന്നെയാണെന്നുള്ള ഒരു ഉറപ്പാ. ഇതെന്താ? അതൊരു ഫയലാ. ഇത് അങ്ങനെ അയാള് വന്നത്. ഞാനത് കൊടുത്തിട്ട് വരാം. ഇതെന്ത് ഫയലാ? അയ്യോ, ഇതൊരു കേസിന്റെ കാര്യം. മോണിറ്റർ നോക്കിയാൽ ശരിയാവില്ല. നമസ്കാരം. സുശീലനല്ലേ? അതെ. രാജീവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ദാ ഈ ഫയല് കൊണ്ടുപോയി രാജീവിന്റെ കൊടുത്താൽ മതി. അല്ല, പൈസ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. ഓ, പൈസ അല്ല ഇതിനകത്തുണ്ട്. ഇത് കൊണ്ടുപോയി രാജീവിനെ എല്ലാം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? എന്നെ കാണാൻ വന്നയാളാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു കേസിന്റെ കാര്യം? അല്ലേ? അത് സുശീലൻ. സുശീലിന്റെ കേസ് എന്താ? അല്ല, സുശീലനല്ല കക്ഷി. രാജീവൻ അല്ല, അത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കക്ഷി എനിക്കുണ്ട്. ആ കക്ഷി സുശീല പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ. ശരി, സുശീല പൊയ്ക്കോളൂ. ഇത് നേരെ കൊണ്ടുപോയി രാജേന്ദ്രന്റെ കയ്യിൽ കൊടുക്കണം. പൊയ്ക്കോളൂ, 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 പൊയ്ക്കോളൂ. എന്തെങ്കിലും തുറച്ചു നോക്കണേ. ഓ, സുശീലയോട് ഒന്ന് ഇഷ്ടപ്പെട്ട് കളയാലായിരിക്കും. ഇതുവരെ ഷർട്ട് മുണ്ട് തയ്ച്ചു കഴിഞ്ഞില്ലേ പാമേ? ആദ്യം ഷർട്ട് മുണ്ടും അല്ലല്ലോ വേണ്ടത്. കുളിക്കാനുള്ള വെള്ളമില്ലായിരുന്നു ചൂടാക്കേണ്ടത്. മോനിട്ട് പോയിട്ട് കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സുശീലിന്റെ കേസ് എന്താ പറഞ്ഞേ? അല്ല, കേസ് സുശീലിന്റെ അല്ല, രാജേന്ദ്രന്റെയാ. രാജേന്ദ്രന് സമയമില്ലാത്തതുകൊണ്ട് സുശീലിനെ പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് അവന്റെ മട്ടും പാവൊന്നും പിടിച്ചിട്ടില്ല. കണ്ടിട്ടൊരു കള്ള ലക്ഷണമാണ്. ഒരു കാര്യം ചോദിക്കുമ്പോ ഉത്തരം പറയാതെ ഉരുണ്ടു മാറുക. അതൊക്കെ നമ്മൾ എന്തിനാ മോനിട്ട് ആലോചിക്കുന്നത്? രാജേന്ദ്രൻ ഒരാളെ പറഞ്ഞു വിട്ടു, അയാളുടെ കൊടുക്കാൻ പറഞ്ഞു, ഞാനത് കൊടുത്തു വിട്ടു. അത്രയല്ലേ ഉള്ളൂ. ഇനി സുശീലിന്റെ കള്ളലക്ഷണം ഉണ്ടെ തന്നെ നമുക്കെന്താണ്? എനിക്കെന്തോ ഒരു കുഴപ്പം തോന്നുന്നു. എന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മോണ്ട് പോയി കുളിച്ചിട്ട് വാ. ഇനി ഞാൻ താമസിപ്പിച്ചൊന്ന് പറയല്ലേ. ഉത്തമനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നേരം കളയാതിരുന്നാൽ മോഹനേട്ടൻ എന്നെ കൊള്ളാം. കെ മോഹനേട്ടൻ സാറിന് ആരും സമയം നഷ്ടപ്പെടുപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ഓ, സാർ നമസ്കാരമുണ്ട്. നമസ്കാരം സാറേ. വാസുക്കുട്ടന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഒന്നും ചെയ്യാൻ പറ്റിയോ? വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തതെന്ന് എത്രയോ പ്രാവശ്യം നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട കാശിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ വിഷമമാണ്. അയ്യോ, അങ്ങനെയല്ല സാറേ. വാസുക്കുട്ടന്റെ അബദ്ധം പറ്റിപ്പോയതാണ്. ഇപ്പോഴത്തേക്ക് സാറൊന്ന് ക്ഷമിക്കണം. അബദ്ധം പറ്റിയതല്ലല്ലോ ഉത്തമ. കമ്പോള വിലയിൽ താഴ്ത്തി ഭൂമി രജിസ്റ്റർ ചെയ്യാൻ സാധാരണ നിലയിൽ സബ് രജിസ്ട്രാർ സമ്മതിക്കില്ല. പക്ഷേ കൈക്കൂലി കൊടുത്ത് സബ് രജിസ്ട്രാറെ സ്വാധീനിച്ചാണല്ലോ കാര്യം നടത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അബദ്ധമാകുന്നത്? മനഃപൂർവം ചെയ്തതാണ്. സാറേ, എങ്ങനെയെങ്കിലും പോക്ക് വരവ് നടന്നാലേ വാസുക്കുട്ടന് ലോണിന് അപേക്ഷിക്കാൻ പറ്റൂ. ലോണ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവന് പിടിച്ചിരിക്കാൻ പറ്റൂല. ഉത്തമ, ഓ സാറേ, ഇങ്ങനെ പലതരം ന്യായങ്ങൾ പറയാൻ ഉത്തമനുണ്ടാകും എന്ന കാര്യം എനിക്കറിയാം. പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. യാതൊരു ഒത്തുതീർപ്പിനും കെ മോഹനകൃഷ്ണ സാർ തയ്യാറല്ല. നിയമം ലംഘിച്ചുള്ള ഒരു ഏർപ്പാടിന് ഞാൻ തയ്യാറാവുകയുമില്ല, കൂട്ടുനിൽക്കുകയുമില്ല. മേലിൽ ഈ കാര്യം പറഞ്ഞ് ഉത്തമൻ ഈ വീട്ടിലേക്കോ വില്ലേജ് ഓഫീസിലേക്കോ വന്നാൽ ഉത്തമൻ വിവരം അറിയും. അപ്പൊ വാസുക്കുട്ടന്റെ കാര്യം നടക്കൂല. അയ്യോ, വക്കീലൂടെ ഉണ്ടായിരുന്ന? ഞാൻ വിചാരിച്ച അടുക്കളയിൽ തിരക്കിലായിരിക്കും. ഞാൻ ഈ മോഹനൻ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് എന്തായി? വന്ന കാര്യം വല്ലതും സാധിച്ചോ?
അതൊന്നും നടക്കാൻ പോണില്ലേ. മോനെ സാറ് അമ്പിന് മില്ലിലും അടുക്കളില്ല. അടുക്കൂല. ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യാൻ ഇവിടുത്തെ സാറിന് മനസ്സില്ലല്ലോ. സ്വന്തം കാര്യം മാത്രം. വക്കീലെന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലോ. ഒന്നും പറയണ്ട ഉത്തമ. വക്കീൽ ഓഫീസിലെ ഗുമസ്തൻ രാജീവൻ എന്നോടൊരു 10,000 രൂപ ചോദിച്ചു. രാജീവന്റെ ചെറിയച്ഛന്റെ മോളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാ. ഞാൻ അക്കാര്യം മോഹനട്ടോട് പറഞ്ഞപ്പോ എടുത്തടിച്ച പോലെ സാറ് പറഞ്ഞു. അത് പിന്നെ കാശിന്റെ കാര്യത്തില് കെ മോഹനേഷ് സാർ ഭയങ്കര വാശിക്കാരനാണല്ലോ വക്കീലേ. രാജീവൻ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാ. അങ്ങനെ ഒരാള് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സഹായം ചോദിക്കുമ്പോ അത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് മോഹനയുടെ മനസ്സ് മാറിയില്ല. എന്റെ പൈസ ഒന്നും ഇരിപ്പില്ല, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയായിരുന്നു. ഒടുവിൽ വേറെ വഴിയില്ലാതെ വന്നപ്പോ ഞാൻ നമ്മുടെ ലോനപ്പൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങി. ഇന്ന് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോ രാജുവിന് എന്തോ അസൗകര്യം. പകരം സുശീലിൽ എന്നൊരാളെ പറഞ്ഞു വിട്ടു. മോഹനേട്ടൻ അറിയാതെ ഒരു ഫയലിൽ പൈസ വെച്ച് ഞാനത് കൊടുത്തയച്ചു. അത് കൊള്ളാലോ. ഇങ്ങനൊരു ഭർത്താവ് ഉണ്ടായ ഭാര്യ ഇമാതിരി കളത്തരങ്ങളൊക്കെ കാണിച്ചു പോവല്ലോ. മോഹനേട്ടൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കും പറ്റുമെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. രാജീവനായിരിക്കും. അതെ, ഞാൻ ഈ പറഞ്ഞ കാര്യം മോഹനേട്ടൻ അറിയില്ല. ഭാവിയിൽ ഇത്തരം ചില തന്ത്രങ്ങളും ഇനിയും കാണിക്കേണ്ടി വരും. ലോനപ്പൻ ചേട്ടൻ എന്നെ വലിയ വിശ്വാസമാ. അപ്പൊ ഞാൻ എത്ര രൂപ ചോദിച്ചാലും തരും. അപ്പൊ ശരി. അയ്യോ, അങ്ങനെ മോനേട് സാർ അറിയാതെ വക്കീൽ ഇടപാടുകൾ നടത്തി തുടങ്ങി. വല്ലപ്പോഴേക്ക് 100 രൂപ വേണമെന്നുണ്ടെങ്കിലേ വക്കീലിന്റെ അടുത്ത് ചോദിക്കാമല്ലോ. ഹലോ വക്കീലെ, ഞാൻ രാജീവൻ. ഞാൻ രാജീവനോട് വിളിക്കണമെന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെയാ ഒരവസരം കിട്ടണ്ടേ? എന്താ വക്കീലെ, പ്രശ്നമല്ലോ ഉണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. സത്യഭാമ ഒരു കാര്യമേറ്റ ഏറ്റതല്ലേ രാജീവ? ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. സുശീലന് എന്തോ ഒരു അസൗകര്യം, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. എന്താ? സുശീലന് എന്തോ അസൗകര്യം, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. ഞാനൊരു 10:30 വക്കീൽ ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചാലോ? വന്നോ? പൈസ വാങ്ങിച്ചോണ്ട് പോയല്ലോ. ഏയ് ഇല്ല വക്കീലെ, സുശീലൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഒരു 2 മിനിറ്റായി കാണും. രാജീവ് എന്തൊക്കെയാ പറയുന്നേ? അത് ഇവിടെ ഒരാള് വന്നു, സുശീലാണെന്നാ പറഞ്ഞത്. ഞാൻ പൈസ കൊടുത്തു വിട്ടു. സുശീലിന് എന്തായാലും വന്ന് കാണില്ല വക്കീലെ. സത്യമായിട്ടും സുശീലിന് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആരാ വന്നത്? വന്നയാൾ സുശീൽ എന്ന പേര് പറഞ്ഞല്ലോ. നമ്മൾ സംസാരിച്ചത് വേറെ ആർക്കും അറിയില്ല രാജീവ. പിന്നെ എങ്ങനെയാ സുശീലൻ തന്നെ പേര് പറഞ്ഞത്? സത്യം പറ രാജീവ, രാജീവൻ ഇത് വേറെ ആരോടാ പറഞ്ഞത്? ഞാൻ സുശീലിനോട് മാത്രമേ പറഞ്ഞുള്ളൂ വക്കീലെ. രാജീവൻ കാര്യമായിട്ടാണോ പറയണേ? പിന്നല്ലാതെ, ഞാൻ പറഞ്ഞത് സത്യം വക്കീലെ. സുശീലൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എന്റെ 10,000 രൂപ രാജീവിന് അത്യാവശ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് മോഹനേട്ടൻ അറിയാതെ ആ ലോനപ്പൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്. ഞാനിനി എന്ത് ചെയ്യും രാജീവ? എന്തോ പ്രശ്നമുണ്ടല്ലോ, കാര്യം പറ. അല്ല, അത് എനിക്കൊരു അബദ്ധം പറ്റി. എന്നോട് ദേഷ്യപ്പെടരുത്. കുറച്ചു മുന്നേ വന്നില്ലേ ഒരു സുശീലൻ? മോഹനേട്ടൻ പറഞ്ഞത് ശരിയാ, അവനൊരു കള്ളനാ. അതെ, ഞാൻ അയാളെ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? എന്തിനാ? അയാളെ എങ്ങനെയൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ ചെയ്യാന്ന് പറ. നേരെ ബഷീറിന്റെ തടിമലിനടുത്ത് തന്നാ മതി.
അവിടുത്തെ ജോലിക്കാരനാണ് പ്രകാശൻ. ഓ എനിക്ക് അയാളെ നേരത്തെ അറിയാം. വായനശാലയുടെ നാടകത്തിൽ ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ചതാ. നീ രാജീവനോട് അടുക്കളയിൽ നിന്ന് ഈ ഫോണിൽ സംസാരിച്ചില്ലേ? അന്നേരം ചായ എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ശരി. ഈ പറയുന്ന സുശീലിന് ഇവിടെ വന്ന് വല്ല അബദ്ധവും പറഞ്ഞാൽ മോഹനേട്ടന് കാര്യമെല്ലാം മനസ്സിലാവും. പിന്നെ രാജീവിന് ഈ ജന്മത്ത് പൈസ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. നേരെ വന്ന് പ്രകാശന് ഫോൺ ചെയ്തു. 5 മിനിറ്റിൽ വരാമെന്ന് പ്രകാശൻ പറയുകയും ചെയ്തു. നിന്റെ 10,000 രൂപ ആയിരിക്കും. പ്രകാശൻ വന്നിട്ട് പോയതാ. സർ, പ്രകാശ് ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല നടനാണല്ലോ. ഭാമിക്ക് ഒരു സംശയം തോന്നിട്ടില്ല. അപ്പൊ ശരി, വായനശാലയുടെ അടുത്ത നാടത്തിൽ നമുക്ക് കാണാം. ശരി സാർ. ഈ പൈസ ലോനപ്പച്ചേട്ടന്റെ കയ്യിൽ നിന്ന് നീ കടം വാങ്ങിയ കാര്യം ലോനപ്പച്ചേട്ടന് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പൈസ ആർക്കോ കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായി ഭാമേ? നിനക്ക് എന്റെ കണ്ണ് വെട്ടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നാൽ ഇത് കുറച്ച് കടുപ്പായി പോയി. ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഒരുപാട് വിഷമിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിലോ? അത്ര എളുപ്പത്തിൽ പറ്റിക്കാവുന്ന ഒരാളല്ല തന്റെ ഭർത്താവെന്ന് സത്യഭാമ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തായാലും കടം വാങ്ങിയ 10,000 ഒരു പോക്ക് പോയില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.